പ്രൈസ് ദി ലോർഡ്. വി ഷീൽഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എൻ്റെ പ്രേക്ഷകരെ, എൻ്റെ കേൾവിക്കാരെ കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വി ഷീൽഡിൻ്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. കഷ്ടം അനുഭവിക്കുന്ന ദൈവജനത്തിനും പീഡ അനുഭവിക്കുന്ന ക്രൈസ്തവർക്കും സർവോപരി പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ നിന്ദിക്കപ്പെടുന്ന സാക്ഷാൽ ദൈവിക ശുശ്രൂഷകന്മാർക്കും ഞങ്ങളാൽ കഴിയുന്ന അളവിൽ വാക്കുകൊണ്ടെങ്കിലും ഒരു സംരക്ഷണം കൊടുക്കേണ്ടതിനാണ് വി ഷീൽഡ് എന്ന പ്രോഗ്രാം ബഥേൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടെ ചില സഹോദരന്മാർ ആരംഭിച്ചത്. അവർ ഞങ്ങളോട് താല്പര്യമുള്ളവരാണ്, ഞങ്ങളുടെ അഭിപ്രായങ്ങളോട് താല്പര്യമുള്ളവരാണ്. ഇപ്രകാരം ഒരു കൃത്യം ചെയ്യുവാൻ അവർ താല്പര്യപ്പെട്ടപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ അനുഗ്രഹങ്ങളുണ്ട് എന്ന് പറയുകയും ചെയ്തു. ഇന്ന് ഭാരതം നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒന്ന് ക്രൈസ്തവർക്കെതിരെയുള്ള ശക്തിയേറിയ പീഡയാണ്. 100 ക്രിസ്തീയ യുവാക്കൾ, യുവതികൾ ജയിലിൽ അടയ്ക്കപ്പെട്ടു. അവരാരും കുറ്റം ചെയ്തിട്ടല്ല, ആരും ക്രിമിനൽസ് അല്ല. സഹജീവികളായ മനുഷ്യരെ അവരറിയാവുന്ന സത്യങ്ങളിലേക്ക് നടത്തുവാൻ ശ്രമിച്ചു എന്നതിൽ കവിഞ്ഞ് അവരുടെ കയ്യിൽ ഒന്നുമില്ല. മതപരിവർത്തനം എന്ന പദത്തെക്കുറിച്ച് സാധാരണക്കാരന് മനസ്സിലാകാത്ത, പക്ഷെ ക്രൈസ്തവർ അങ്ങേയറ്റം മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യം പറയുവാൻ ഞാൻ ആഗ്രഹിച്ചു. പണം കൊടുത്തോ പരപ്രേരണയാലോ ഒരു വ്യക്തി ക്രിസ്തുമതത്തോട് ചേർന്ന് വരുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ അവനെ ക്രിസ്ത്യാനി എന്ന് ഞങ്ങൾ വിളിക്കുന്നില്ല. ഇല്ല. കാരണം യേശുക്രിസ്തുവിൻ്റെ തത്വപ്രകാരം സ്വന്തം ഹൃദയം കൊണ്ട് യേശുവിനെ കർത്താവ് എന്ന് അംഗീകരിക്കുകയും സ്വന്തം വാഗൊണ്ട് അദ്ദേഹത്തെ ദൈവമെന്ന് ഏറ്റുപറഞ്ഞ് സ്വന്തം ജീവിതത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് യേശുവിനോട് ചേരുന്നവർ മാത്രമാണ് ക്രിസ്ത്യാനികൾ എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നത്, തിരുവചനം അംഗീകരിക്കുന്നത്. ഇതില്ലാതെ വണ്ണം പരപ്രേരണയാലോ അല്ലെങ്കിൽ പ്രതിഫല ഇച്ഛയാലോ വരുന്ന ഒരൊറ്റ വ്യക്തിയെപ്പോലും ക്രിസ്ത്യാനി എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നതല്ല. ആ കാരണത്താൽ നിർബന്ധിതം എന്ന പദം അർത്ഥമില്ലാത്ത പദമാണ് എന്ന് ഓർപ്പിക്കട്ടെ. പരപ്രേരണയാൽ എന്ന പദം അർത്ഥശൂന്യമാണ് എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ, ഒരു വ്യക്തി യേശുവിലേക്ക് വരുന്നുവെങ്കിൽ തന്നെ യഥാർത്ഥ ദൈവമായി അറിഞ്ഞ് ജീവിതത്തിൽ അനുഭവിച്ച്, അത് പല കാരണങ്ങൾ കൊണ്ടാകാം. ചിലരോട് ദൈവം സ്വപ്നത്തിൽ ഇടപെടാറുണ്ട്, ചിലരുടെ ഹൃദയത്തിൽ ദൈവം ഗൗരവമേറിയ ബോധം കൊടുക്കാറുണ്ട്. മറ്റാരും അറിയാതെ അവരും ദൈവവും മാത്രം അറിഞ്ഞ്. ചില വ്യക്തികൾ സുവിശേഷം കേൾക്കുന്ന സമയത്തായിരിക്കാം, ചിലർ ഒരു പാട്ട് കേൾക്കുമ്പോഴായിരിക്കാം. പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തോട് ഇടപെടുകയും നീ ദൈവത്തിനുള്ളവനാണ്, ഉള്ളവളാണ് എന്നവരോട് സംസാരിക്കുകയും ചെയ്തതിനാൽ അവർ തങ്ങളുടെ പഴയ ജീവിതത്തെ വിട്ട് യേശുവിന് വേണ്ടി വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുവാൻ തീരുമാനിച്ചെടുക്കുന്ന തീരുമാനത്തിൻ്റെ ഉടമസ്ഥരെയാണ് ക്രൈസ്തവർ എന്ന് ഞങ്ങൾ വിളിക്കുന്നത്. അതിന് താഴെ ഒരു പരിവർത്തനം ഞങ്ങൾക്കില്ല എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കട്ടെ. ഇന്ന് മതപരിവർത്തനത്തിൻ്റെ പേരിൽ പീഡകൾ അനുഭവിക്കുന്ന ക്രൈസ്തവ സഭയ്ക്ക് വേണ്ടി പ്രോത്സാഹനത്തിനായും ഒരു പദം അവർക്ക് അനുകൂലമായി സംസാരിക്കേണ്ടതിനായും പ്രാർത്ഥനയ്ക്ക് വേണ്ടി പലരെ ഒരുക്കേണ്ടതിനായും ജനഹൃദയങ്ങളെ പ്രിപ്പയർ ചെയ്യേണ്ടതിനായി ഈ സന്ദേശത്തിലേക്ക് ഞാൻ കടക്കട്ടെ. ഈ സീരീസിൻ്റെ 2ാമത്തെ സീരീസാണ്. കഴിഞ്ഞ മെസ്സേജിലും ഞാൻ ഇതേ ആശയം തൊട്ടിരുന്നു. ഇന്ന് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തെ ആധാരമാക്കി തിരുവചനത്തിലേക്ക് പോകുകയാണ്. കഴിഞ്ഞ സീരീസിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തെ ആധാരമാക്കി തൻ്റെ സെഖരിയ പുരോഹിതനോട് പറഞ്ഞ പദത്തിൽ നിന്നാണ് ഞാൻ ആരംഭിച്ചത്. ഈ സീരീസ് ആരംഭിക്കുന്നത് ലൂക്കോസ് 1-ൽ നിന്നാണ്. സെഖരിയാവേ, നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു തുടങ്ങി. ഇന്ന് പുറപ്പാട് പുസ്തകത്തിൽ പഴയ നിയമത്തിലെ 14-ാം അധ്യായം 15-ാമത്തെ വാക്യത്തെ ആസ്പദിച്ച് ഞാൻ പോകുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നതെന്ത്? മുന്നോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക. വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭജിക്കുക. ഞാൻ ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടി കടന്നു പോകുമാറാക്കും എന്ന് പറഞ്ഞു. ദൈവം മോശയോട് പറയുന്ന ഒരു പദപ്രയോഗമാണ്. പുതിയ നിയമത്തിലെ ക്രിസ്തുവിന് നിഴലായി പഴയ നിയമം ചിത്രീകരിക്കുന്ന വ്യക്തിത്വമാണ് മോശ. മോശ എന്ന ദൈവഭൃത്യൻ ദൈവത്തിന് പകരം പ്രതിപുരുഷനായി നിന്നുകൊണ്ട് അടിമത്വത്തിലായിപ്പോയ, പീഡനത്തിലായിപ്പോയ ഒരു കൂട്ടം എബ്രായരെ, ക്രിസ്ത്യാനികളെ മിസ്രയീമിൻ്റെ അടിമത്വത്തിൽ നിന്നും വിടുവിക്കുന്ന ഒരു രംഗമാണത്. കഴിഞ്ഞ സീരീസിൽ ഞാൻ തൊട്ടിരുന്നു. 1946 ഭാരതത്തിൽ ജനിച്ച ഞാൻ
ശിശുവായിരുന്നു. കാര്യം അന്ന് ബ്രിട്ടീഷുകാരായിരുന്നു ഇന്ത്യയെ ഭരിച്ചിരുന്നത്. കാലത്തിൻ്റെ പോക്കിൽ ദൈവം ഈ ഇന്ത്യയെ നമ്മുടെ പിതാക്കന്മാരുടെ അധ്വാനത്താൽ അവിടെ നിന്ന് വിടുവിക്കുകയും സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുകയും അവരവർക്കിഷ്ടമുള്ള ദൈവങ്ങളെ ആരാധിക്കാം എന്ന ആശയം നമ്മുടെ ഭരണഘടനയിലൂടെ വളരെ ഔദ്യോഗികമായി ശക്തയുക്തമായി ലോക പ്രശംസ നേടിക്കൊണ്ട് പ്രസ്താവിക്കുകയും ചെയ്തു. ഇന്നും ആ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ കർത്താവ് എനിക്ക് തന്ന കൃപയ്ക്കായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇതുപോലെ ഒരു ജനതയായിരുന്നു ഇസ്രായേൽ. എന്നാൽ കാലത്തിൻ്റെ പോക്കിൽ അവർ മിസ്രയീമ്യർക്ക് അടിമകളായി മാറി. യാതൊരു നിയമവും പ്രമാണവും ഇല്ലാതെ ഒരുവൻ്റെ മേൽ കർത്തൃത്വം നടത്തുന്നതിനെയാണ് അടിമത്വം എന്ന് വിളിക്കുന്നത്. ഇസ്രായേൽ അടിമത്വത്തിലായിപ്പോയി. ആ അടിമത്വത്തിൽ കിടന്നുകൊണ്ട് അവർ നിലവിളിച്ച നിലവിളി ഞാൻ കണ്ടു എന്ന് മോശ എന്ന പ്രതിപുരുഷനോട് ദൈവം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുകയാണ് മോശെ, നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഒരു ജനതയെ വിടുവിക്കുവാൻ വേണ്ടി, എൻ്റെ ജനമായ ഇസ്രായേലിനെ വിടുവിക്കുവാൻ വേണ്ടി നിന്നെ നിയമിക്കുവാൻ ഞാൻ വന്നിരിക്കുകയാണ്. എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ നിലവിളി എൻ്റെ അടുക്കലെത്തി. അവരുടെ കഷ്ടത ഞാൻ കണ്ടു. അവരുടെ ഊഴിയവിചാരകന്മാർ നിമിത്തം, അല്ലെങ്കിൽ അവരെ കൊണ്ട് അടിമവേല ചെയ്യിച്ചിരുന്നവരുടെ നിമിത്തമുള്ള അവരുടെ ഉപദ്രവം ഞാൻ മനസ്സിലാക്കി. ആകയാൽ ഞാൻ എൻ്റെ ജനത്തെ വിടുവിപ്പാൻ വേണ്ടി ഇറങ്ങി വന്നിരിക്കുകയാണ്. പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. എനിക്ക് പ്രതിപുരുഷനായി ഒരു മനുഷ്യനെ വേണം. അതിന് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞ് മോശയെ തിരഞ്ഞെടുക്കുന്നത് കാണാം. കാലത്തിൻ്റെ പോക്കിൽ മോശ മിസ്രയീമിലേക്ക് ചെല്ലുകയും ദൈവം പറഞ്ഞുകൊടുത്ത ചില അത്ഭുതങ്ങൾ മിസ്രയീമിൽ പ്രവർത്തിക്കുകയും അങ്ങനെ എബ്രായരുടെ മനസ്സ് ഉറപ്പിക്കുകയും ചെയ്തു. മിസ്രയീമ്യരുടെ മനസ്സ് ഉറപ്പിക്കുവാൻ വേണ്ടിയല്ല, മിസ്രയീമ്യരെ ഭയപ്പെടുത്തുവാൻ വേണ്ടിയല്ല ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചു കൊടുത്തത്. പകരം ദൈവത്തിൻ്റെ ജനമായി ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേലിനെ ഒന്ന് ബലപ്പെടുത്തേണ്ടതിനാണ് ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും മോശയുടെ കയ്യാൽ ദൈവം ചെയ്തത്. ആ ജനം മോശയെ വിശ്വസിച്ചു, ദൈവത്തെ വിശ്വസിച്ചു. ദൈവത്തിൻ്റെ കയ്യ് അവരെ അനുകൂലമായി കണ്ടു. അങ്ങനെ ദൈവിക അത്ഭുതങ്ങളുടെ പരിണിത ഫലമായി മിസ്രയീമിൽ നിന്ന് വിട്ടുപോരുവാൻ ദൈവം അവർക്കൊരവസരം കൊടുത്തു. ആ വിടുതലിനെക്കുറിച്ച് ഒരു പദം പറയട്ടെ. പുതിയ നിയമത്തിൽ പാപത്തിൻ്റെ അധീനതയിൽ കിടക്കുന്ന വ്യക്തിത്വത്തെ പാപത്തിൻ്റെ പിടിയിൽ നിന്ന് വിടുവിച്ച് മദ്യപാനത്തിൻ്റെ ആസക്തി, ദ്രവ്യാഗ്രഹത്തിൻ്റെ ആസക്തി, പിടിച്ചുപറിയുടെ ആസക്തി എന്നിങ്ങനെ ക്രമം കെട്ട ജീവിതത്തിൻ്റെ ആസക്തികളിലേക്ക് അകപ്പെടുന്ന മനുഷ്യൻ പാപത്തിൻ്റെ അധീനതയിലാണെന്നും പാപത്തിൻ്റെ അടിമത്വത്തിലാണെന്നും ബൈബിൾ നമ്മെ നന്നായി പഠിപ്പിക്കുന്നു. ഈ പാപത്തിൻ്റെ അടിമത്വത്തിൽ കിടക്കുന്നവരെ അവിടെ നിന്ന് വിടുവിക്കേണ്ടതിന് വേണ്ടി യഹോവയായ ദൈവം ചിലരെ ഈ ദിവസങ്ങളിലും ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതെ, പഴയ നിയമത്തിൽ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ അവർ ഈജിപ്ഷ്യൻസിൻ്റെ അധീനതയിലായിപ്പോയി. ഈജിപ്ഷ്യൻസിൻ്റെ ആളുകൾ, അവരുടെ പ്രമാണിമാർ ഇവരെ കൊണ്ട് ഊഴിയവേല ചെയ്യിച്ചു, അല്ലെങ്കിൽ അടിമവേല ചെയ്യിച്ചു. വേതനം കൊടുക്കാതെ അവരുടെ നിയമങ്ങൾ യാതൊന്നുമില്ല എങ്കിലും അവരവരുടെ ഇഷ്ടത്തിനൊത്തവണ്ണം ആളുകളെ നടത്തുകയും അതിന് വിരോധമായി ചിന്തിച്ചവരെ തല്ലിക്ലേശിപ്പിക്കുകയും ചെയ്ത അക്കാലത്ത് ദൈവം അവരെ വിടുവിപ്പാൻ തീരുമാനിച്ചു. വിടുതലിന് വേണ്ടി ദൈവം അന്നെടുത്തത് ഒരു വീടിന് വെച്ച് ഓരോ ആട്ടിൻകുട്ടിയെ പെസഹയായി അർപ്പിക്കുകയും ആട്ടിൻകുട്ടിയുടെ രക്തം, പെസഹ കുഞ്ഞാടിൻ്റെ രക്തമെന്ന് പുതിയ നിയമഭാഷയിൽ പറയും. പെസഹ കുഞ്ഞാടിൻ്റെ രക്തം കട്ടിളക്കാൽ 2ൻ്റെ മേലും കുറുമ്പടിയുടെ മേലും പുരട്ടി വീടിനെ ശത്രുവിൻ്റെ ശക്തികളിൽ നിന്ന് രക്ഷിച്ച ശേഷം സംഹാരകൻ ദേശത്തുകൂടെ നടക്കുമ്പോൾ അത് ദൈവജനത്തെ തൊടാതെ വണ്ണം സംരക്ഷിക്കുക എന്നതായിരുന്നു ദൈവം ചെയ്തത്. എവിടെയും പാപം ശിക്ഷിക്കപ്പെടും, നേരായി വെളിപ്പെടും, വ്യാജം വ്യാജമായി വെളിപ്പെടും. ഇരുട്ടുകൊണ്ട് ഓട്ടയടച്ചാൽ എല്ലാ കാലത്തും അടഞ്ഞിരിക്കയില്ല, വെളിച്ചം വരുമ്പോൾ ഇരുട്ട് തന്നെ മാറും. ഇസ്രായേലിന് ദൈവം കൊടുത്ത, അല്ലെങ്കിൽ ശിക്ഷയ്ക്ക് വേണ്ടി ദൈവം അനുവദിച്ച കാലാവധി കഴിഞ്ഞാൽ ഒരു പദം എടുത്തു പറഞ്ഞേ മതിയാകൂ. എബ്രായരുടെ വല്യപ്പച്ചനായിരുന്ന അബ്രഹാം ദൈവത്തിനൊരു യാഗം കഴിക്കുന്ന കൂട്ടത്തിൽ, അതിനെ യാഗമെന്ന് തൽക്കാലം ഞാൻ വിളിച്ചുവെന്ന് മാത്രം, വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, ദൈവവുമായി ഒരു ഉടമ്പടി ചെയ്യുമ്പോൾ ചില പക്ഷികളെ ദൈവം മുമ്പിൽ കൊണ്ടുവരികയും അവയെ പിളർന്ന് 2 കഷണമാക്കാതെ എങ്കിലും അവയുടെ വയറ് പിളർന്ന് അതിൽ നിന്ന് തീമ്പണ്ടവും അശുദ്ധ ഭാഗങ്ങളും എടുത്ത് കളഞ്ഞ ശേഷം ദൈവത്തിന് വിശുദ്ധമായ ഭാഗങ്ങൾ മാത്രം വേർതിരിച്ച് അവ ഖണ്ണമായി അവ നേർക്കുനേരെ വെച്ച് അവയുടെ നടുവിലൂടെ നടന്നുകൊണ്ട് ദൈവവുമായി ഒരു ഉടമ്പടി ചെയ്യണമെന്ന ആ ദൈവിക വ്യവസ്ഥയിൽ ചില പക്ഷികളെ പിളർക്കുകയോ
അശുദ്ധിയുള്ളത് എടുത്തു കളയുകയോ ചെയ്യാതെ ഇരുന്നു എന്ന കാരണത്താൽ യഹോവയായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം അടിമവാസം ചെയ്യും, പരദേശവാസം ചെയ്യും എന്നിത്യാദി കാര്യങ്ങൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു. ഞാൻ ആത്മീയരെ മാത്രം ഓർമ്മിപ്പിക്കേണ്ടതിനായി അവിടെ എടുത്തു പറയുന്നൊരു പദമുണ്ട്. അമോര്യരുടെ അകൃത്യം ഇതുവരെയും തികഞ്ഞിട്ടില്ല. സൃഷ്ടിയുടെ ആരംഭത്തിങ്കൽ അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ ദേശം ജാതികൾക്ക് വേണ്ടി കൊടുക്കുന്നതിന് മുന്നമേ സൃഷ്ടിച്ചവനായ ദൈവത്തിൻ്റെ സ്വന്തം അധികാരത്തിൽ മാത്രം ദേശം ഇരിക്കുന്ന സമയത്ത് ജാതികൾക്ക് വേണ്ടി അതിനെ വീതിച്ചു കൊടുക്കുന്ന സമയം അബ്രഹാമിന് വേണ്ടി ദൈവം ഫ്രാത്ത് മുതൽ മഹാനദി വരെയുള്ള സ്ഥലം വേർതിരിച്ചിരുന്നു. എന്നാൽ ഫ്രാത്ത് മുതൽ മഹാനദി വരെയുള്ള സ്ഥലം അബ്രഹാമിന് കൊടുക്കുകയും ശിഷ്ടമുള്ള ഭാഗങ്ങൾ ഭൂമിയിലുള്ള എല്ലാ ജാതികൾക്കുമായി ദൈവം പകുത്തു കൊടുക്കുകയും ചെയ്ത കൂട്ടത്തിൽ ജാതികൾക്ക് ലഭിച്ചതല്ലെങ്കിലും അവർ അതിക്രമിച്ച് കയറിപ്പാർത്ത ഇടമാണ് കനാൻ എന്ന് മറക്കരുത്. അന്ന് ഹിത്യർ, ഹിവ്യർ, യെബൂസ്യർ മുതലായി പല ജാതികളും അവിടെ വാണിരുന്നു. അതിനകത്ത് അമോര്യർ എന്നൊരു വിഭാഗമുണ്ടായിരുന്നു. അമോര്യരായിരുന്നു അന്നത്തെ പ്രബല സമൂഹം. അമോര്യർ അവിടെ പാർത്തിരുന്നു. അവർക്ക് ആ നാട് അനുവദിച്ചതല്ലെങ്കിലും അവരവിടെ പാർത്തിരുന്നു. ഉടയവനായ ദൈവത്തിൻ്റെ അനുവാദം കൂടാതെ അവിടെ പാർത്തിരുന്ന അമോര്യരെ അവിടെ നിന്ന് മാറ്റുമെന്നും അവരെ മാറ്റിപ്പാർപ്പിച്ച ശേഷം ദേശം നിനക്ക് തരുമെന്നും അത് 400 വർഷങ്ങൾക്ക് ശേഷമേ ഉള്ളൂ എന്നും ദൈവം അബ്രഹാമിനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്നാമതായിട്ട് അബ്രഹാമിൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ ഒരു പരാജയം ഇതിൻ്റെ കാരണമായിരുന്നു. 2, അമോര്യരുടെ അകൃത്യം ഇതുവരെയും തികഞ്ഞിട്ടുമില്ല. അവർ ദൈവത്തോട് അകൃത്യം ചെയ്ത് ജീവിച്ചു തുടങ്ങി. ഏതു മനുഷ്യനും പാപപ്രവൃത്തികളിൽ പോകുന്നുവെങ്കിൽ അത് തികയുന്നത് വരെ ദൈവം അനുവദിക്കും. അതിനോടകം മാനസാന്തരപ്പെട്ട് വന്നെങ്കിൽ അവർ ദൈവത്തെങ്കിൽ രക്ഷപ്പെടും, ദൈവത്തെങ്കിൽ നിന്ന് നീതി ലഭിക്കും. അവർ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ അകൃത്യം തികയുമ്പോൾ ദൈവം അവരെ ശിക്ഷിക്കും. ഇതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. അമോര്യരുടെ അകൃത്യം ഇതുവരെയും തികയാത്തതിനാൽ തൽക്കാലം നിന്റെ കയ്യിൽ സ്ഥലം തരുവാൻ കഴിയുകയില്ല, അതിനൊരു 400 വർഷം എടുക്കും എന്ന് അബ്രഹാമിനോട് പറഞ്ഞു. ഈ കാലഘട്ടത്തെങ്കിൽ ജനത്തെ വളർത്തേണ്ടതിന് വേണ്ടി ദൈവം അവരെ മിസ്രയീമിലാക്കി. മിസ്രയീമിൻ്റെ അടിമത്വത്തിൽ ദൈവം അവരെ സൂക്ഷിച്ചു. മിസ്രയീം അവരെ അടിമകളാക്കി. ഞാനിവിടെ ഒരു വശം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. അന്നന്ന് ചെയ്യുന്ന ജോലിയുടെ വേതനം അന്നന്ന് ഇസ്രയേലിൻ്റെ കയ്യിൽ ലഭിച്ചിരുന്നുവെങ്കിൽ ഇസ്രയേലിൻ്റെ എൻ്റെ അറിവോളം അന്നത്തെ ജനതയുടെ പ്രത്യേകത കിട്ടുന്ന പണം അന്ന് തന്നെ ചെലവഴിച്ച് ധൂർത്തടിക്കുക എന്നതായിരുന്നു. ദൈവം അവിടുന്ന് ലഭിക്കുന്നതായ പണം അവരുടെ സ്ഥലത്ത്, ദൈവം അവർക്ക് കൊടുക്കുന്ന സ്ഥലത്ത് ഒരാലയത്തിൻ്റെ പണിക്ക് വേണ്ടി വയ്ക്കേണ്ടതാണെന്നും അതുകൊണ്ട് തൽക്കാലം ധൂർത്തടി ഒഴിവാക്കണം എന്നും കരുതിക്കൊണ്ട് എബ്രായർക്ക് വേണ്ടി മിസ്രയീമ്യരോട് ദൈവം ഇടപെട്ട ആലോചനകളിൽ ഒന്നാണ് അവർക്ക് കൂലി കൊടുക്കരുത്, അവരെ അടിമവേല ചെയ്യിക്കുക. അങ്ങനെ അവരെ അടിമവേല ചെയ്തു. ജോലി ചെയ്യും, പക്ഷേ കൂലി ലഭിക്കുകയില്ല. കാരണം അവർ മിസ്രയീം വിട്ടുപോരുമ്പോൾ ആ കൂലി മുഴുവനും ഒന്നിച്ചവരുടെ കയ്യിൽ കൊടുക്കുകയും അതും കൊണ്ട് വന്ന് അവർ യഹോവയുടെ ആലയം പണിയുകയും അവർക്ക് നല്ലൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയും വേണം എന്നതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. പക്ഷേ അനുവദിച്ച് ലഭിച്ച സമയം മിസ്രയീമ്യർ മിസ്യൂസ് ചെയ്തു. എക്സസ് ഡൂയിങ് എന്ന് പറയും. ഭാരതത്തിൽ എമർജൻസി ഡിക്ലെയർ ചെയ്ത് ഇന്ദിരാഗാന്ധി എന്ന പ്രൈം മിനിസ്റ്റർ ഭാരതത്തെ നയിച്ചിരുന്ന കാലം അല്പസ്വല്പമൊക്കെ അതിനകത്തെ ഓഫീസേഴ്സ്, അന്നുണ്ടായിരുന്ന ഓഫീസേഴ്സ് അവരുടെ പദവികളെ മിസ്യൂസ് ചെയ്യുകയും എക്സസ് ഉപയോഗിക്കുകയും ചെയ്തു, എക്സസ് അധികാരം എടുക്കുകയും ചെയ്തു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അല്ല അറിഞ്ഞിട്ടുണ്ട്. എക്സസ് ഡൂയിങ് എത്രത്തോളമായിരുന്നുവെന്ന് കണ്ടുപിടിക്കേണ്ടതിനൊരു കമ്മീഷനെ വരെ പിന്നത്തേതിൽ ഗവൺമെൻറ് തീരുമാനിക്കുകയും അന്ന് ശിക്ഷിക്കപ്പെടേണ്ടവർ ആളുകളെ ലിസ്റ്റ് ചെയ്യുകയും ചെയ്തു. ശിക്ഷിച്ചെന്നോ ഇല്ലെന്നോ പറയാൻ എനിക്കറിഞ്ഞുകൂടാ. അവരെ ലിസ്റ്റ് ചെയ്യുകയും ചെയ്യാൻ ശ്രമിച്ചു, എക്സസ് ഡൂയിങ് കണ്ടുപിടിക്കുവാൻ. ഇതുപോലെ എബ്രായർക്ക് നേരെ മിസ്രയീമ്യർ എക്സസ് ചെയ്തു. ദൈവം ആഗ്രഹിച്ചതിനേക്കാൾ വളരെ കൂടുതൽ അവരെ അധികം ഉപദ്രവിച്ചു. ആകയാൽ ജനം ദൈവത്തോട് നിലവിളിച്ചു. പുറപ്പാട് പുസ്തകം 3:7 വരുമ്പോൾ യഹോവ മോശയ്ക്ക് വെളിപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, മോശയെ, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ കണ്ണുനീർ ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു. അവരെ വിടുവിപ്പാൻ ഇപ്പോൾ ഇറങ്ങി വന്നിരിക്കുകയാണ്. ആകയാൽ വരിക, ഞാൻ നിന്നെ മിസ്രയീമിലേക്ക് അയക്കുവാൻ പോകുകയാണ്. അങ്ങനെ മോശ മിസ്രയീമിലെത്തി. ദൈവജനമാകുന്ന ഇസ്രയേലിനോടൊപ്പം മോശ മിസ്രയീമിൽ പാർത്തു. അവരോടുകൂടെ തിന്നുകുടിച്ചു, അവരോടുകൂടെ നടന്നു, അവരുടെ കഷ്ടതകൾ നേരിട്ട് കണ്ടു. അവരുടെ നേതാക്കന്മാരിൽ ചിലരെ കൂടെ തിരഞ്ഞെടുത്ത് ചേർത്തുകൊണ്ട് ഒരുമിച്ച് ഫറവോൻ്റെ അടുക്കൽ എത്തുകയും ഫറവോനോട് എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കണമെന്ന് എബ്രായരുടെ ദൈവം അരുളി ചെയ്യുന്നു എന്ന പദം പറയുകയും ചെയ്തു. മോശയുടെ കൈകൊണ്ടും മോശയുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിരുന്ന ദൈവിക വടി കൊണ്ടും അസാമാന്യമായ വീര്യപ്രവൃത്തികളെ അദ്ദേഹം ചെയ്യുകയും
അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുകയും ചെയ്തതിനാൽ ഒരു ചെറിയ വിഭാഗം മിസ്രയീമ്യർ മോശയെ വിശ്വസിച്ചു, ദൈവത്തെയും വിശ്വസിച്ചു. എബ്രായർ വലിയൊരു വിഭാഗം മോശയെ വിശ്വസിച്ചു. അനേക ശിക്ഷകൾ മിസ്രയീമ്യർക്ക് നൽകുകയും അനേക അടയാളങ്ങൾ മിസ്രയീമ്യരുടെ മുമ്പിൽ കാണിക്കുകയും ചെയ്ത് മിസ്രയീമിൻ്റെ നടുവിൽ നിന്ന് എബ്രായനെ വിടുവിക്കേണ്ട സമയമായപ്പോൾ സ്വർഗത്തിലെ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനായി ഇങ്ങനെ പറഞ്ഞു, ഈ മാസം നിനക്ക് മാസങ്ങളുടെ ആദ്യ മാസമായിരിക്കണം. അന്നത്തെ ഭാഷയിൽ ആബീബ് മാസം എന്നാണ് അവർ ആ മാസത്തെ വിളിച്ചിരുന്നത്. അത് 1-ാം മാസമല്ല. ഇന്ന് ജനുവരി മാസത്തെ 1-ാം മാസമെന്ന് നമ്മൾ വിളിക്കുന്നത് പോലെ അന്നും ഒരു 1-ാം മാസമുണ്ട്, 12-ാം മാസം വരെയുണ്ട്. ആബീബ് മാസം അതുവരെ 1-ാം മാസമായിരുന്നില്ല. എത്ര മാസമായിരുന്നുവെന്ന് എനിക്ക് വ്യക്തമായി അറിഞ്ഞുകൂടാ. എന്നാൽ ദൈവം മോശയോട് പറഞ്ഞു, മോശേ, ഈ മാസത്തെ ഞാൻ 1-ാം മാസമായി വെക്കുകയാണ്. ഞാൻ കാലക്കണക്കുകൾ തിരുത്താൻ പോകുക, ഞാൻ കണക്കുകൂട്ടലുകൾ തിരുത്താൻ പോകുക, ഞാൻ കലണ്ടറുകൾ തിരുത്താൻ പോകുകയാണ്. ഞാനാണ് പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥൻ, ഞാനാണ് ഭൂമിയുടെ അധിപതി, ഞാനാണ് സകലത്തിൻ്റെയും സൃഷ്ടാവ്. ഞാൻ കാര്യങ്ങളെ മാറ്റാൻ പോകുകയാണ്. ഈ ദിവസങ്ങളിൽ ദൈവം പിന്നെയും ചില കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുവാൻ, ദൈവമുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ഞാൻ സമയങ്ങളെ മാറ്റുകയാണ്, ഞാൻ കാലങ്ങളെ മാറ്റുകയാണ്. മോശേ, ഈ മാസം നിനക്ക് ആബീബ് മാസം എന്ന ഈ മാസം മാസങ്ങളുടെ 1-ാം മാസമായിരിക്കണം. ഈ മാസത്തിൻ്റെ 10-ാമത്തെ ദിവസം ഓരോ വീടിന് ഒരു ആട്ടിൻകുട്ടി വീതം, ഊനമില്ലാത്ത ഒരു ആട്ടിൻകുട്ടിയെ നീ എനിക്ക് വേണ്ടി വേർതിരിക്കണം. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും ഇന്ന പ്രായത്തിലുള്ളതും ആയിരിക്കണം. തിരഞ്ഞെടുക്കപ്പെട്ട ആട്ടിൻകുട്ടി ഇസ്രായേൽ ജനത്തോടൊപ്പം 4 ദിവസം പാർക്കണം. 1-ാം തീയതി തിരഞ്ഞെടുത്ത ആട്ടിൻകുട്ടി 14-ാം തീയതി വരെ ജനത്തോടുകൂടെ ഉണ്ടായിരിക്കണം. ഈ 4 ദിവസം കൊണ്ട് ഈ ആട്ടിൻകുട്ടിയിൽ ഊനമുണ്ടോ എന്ന് ജനത്തിന് കണ്ടുപിടിക്കുവാൻ, ഊനമില്ല എന്ന് ഉറപ്പുവരുത്തുവാൻ ഒരവസരമായിരിക്കണം. ഞാൻ എന്തുകൊണ്ടാണ് ഈ 4 ദിവസം എന്നൊക്കെ എടുത്തു പറയുന്നതെന്ന് അറിയാമോ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് മുന്നമേ നമുക്ക് വേണ്ടി അറുക്കപ്പെടേണ്ട ദൈവത്തിൻ്റെ പെസഹ കുഞ്ഞാടാകയാൽ യെരുശലേം ദേവാലയത്തിൻ്റെ ശുദ്ധീകരണം മുതൽ തുടർന്നുള്ള 4 ദിവസങ്ങൾ താൻ ദേവാലയത്തിൽ അല്ലെങ്കിൽ യെരുശലേം പട്ടണത്തിൻ്റെ അകത്തുണ്ടായിരുന്നുവെന്നും പരീശന്മാർക്കും ന്യായശാസ്ത്രികൾക്കും സാദൂക്യർക്കും ഹേരോദ്യർക്കും എന്നിങ്ങനെ വ്യത്യസ്ത ഗ്രൂപ്പുകൾക്ക് അദ്ദേഹത്തെ ശോധന ചെയ്യുവാനുള്ള അവസരം കൊടുത്തതെന്നും ഇവനിൽ കുറ്റമില്ല എന്ന് എല്ലാവരും ഒരുപോലെ രാജകീയ സദസ്സിൽ വരെ സാക്ഷ്യം പറയത്തക്കവണ്ണം, വേറൊരു ഭാഷയിൽ കള്ളസാക്ഷികളെ നിർത്തി തനിക്കെതിരെ വ്യാജ ആശയങ്ങൾ തെളിയിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിക്കാതെ പോയി എന്നും മറ്റും ഓർപ്പിക്കേണ്ടതിനാണ് ഞാൻ ഈ കാര്യം എടുത്തു പറയുന്നത്. അങ്ങനെ നിർത്തിയ ശേഷം ആബീബ് മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് ആട്ടിൻകുട്ടിയെ അറുക്കുകയും ആട്ടിൻകുട്ടിയുടെ രക്തം കുറച്ചെടുത്ത് കട്ടിളക്കാൽ 2-ൻ്റെ മേലും അവരവർ പാർക്കുന്ന വീടിൻ്റെ കട്ടിളക്കാൽ 2-ൻ്റെ മേലും മുകളിലത്തെ കുറുമ്പടിമേലും തളിക്കുകയും വേണം എന്നത് ദൈവപ്രമാണമായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ രക്തത്തിന് പഴയ നിയമത്തിൻ്റെ ഉദാഹരണമാണിത്, പഴയ നിയമത്തിലെ നിഴലാണിത്, പഴയ നിയമത്തിലെ മാതൃകയാണിത്. ആ രക്തത്താലാണ് ശുദ്ധീകരണമെന്ന് ഇസ്രായേലിനെ പഠിപ്പിക്കേണ്ടതിന് ദൈവം ഇങ്ങനെ ഒരു ഉപമാനം അവർക്ക് കൊടുത്തു. പെസഹ ആചരിച്ചു. അന്ന് എല്ലാ വീടുകളിൽ നിന്നും പുളിപ്പകറ്റുകയും പുളിപ്പും പൊടിയും ഒന്നുമില്ലാത്ത ശുദ്ധമായൊരു അന്തരീക്ഷത്തിൽ ജനം പെസഹ ഭക്ഷിക്കുകയും വേണം എന്ന് ദൈവം കൽപ്പിച്ചു. പക്ഷെ ഒരു വശത്ത് ദൈവജനം പെസഹ കഴിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ സമയമായി ഒരു സംഹാരദൂതൻ മിസ്രയീമിൽ അയക്കപ്പെട്ടു. ഫറവോൻ്റെ കൊട്ടാരം മുതൽ ഏറ്റവും എളിയവൻ്റെ ഭവനം വരെ ആ എല്ലാ വീടുകളിലും സംഹാരദൂതൻ കയറുകയും ഓരോ വീടുകളിലുമുള്ള ആദ്യജാതന്മാരെ നിഗ്രഹിക്കുകയും ചെയ്തു. പകർച്ചവ്യാധികൾ, കോളിളക്കങ്ങൾ മുതലായതോ പലതും ദൈവത്തിൻ്റെ ആയുധങ്ങളാണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ദൈവജനത്തോട് പറഞ്ഞത് മറക്കരുത്. പ്രകൃതി വിരുദ്ധമായ പലതും, പ്രകൃതിയുടെ പല പ്രക്ഷോഭങ്ങളും ഒക്കെ ദൈവിക ആയുധങ്ങളായി ദൈവം ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ ദൈവിക ആയുധം ദൈവം ഉപയോഗിച്ചു. എല്ലാ വീടുകളിലും ആദ്യജാതന്മാർ മരിച്ചു. ആ രാത്രിയിൽ എബ്രായരുടെ മക്കളിൽ ആദ്യജാതന്മാർ ഒന്നും മരിക്കാതെ പകരം അവർക്ക് വേണ്ടി ഒരാട്ടിൻകുട്ടി മരിച്ചു. ഈ അപൂർവമായ സംഭവം മിസ്രയീമ്യരിൽ ഒരു വിഭാഗം ആളുകളുടെ ശ്രദ്ധ തിരിച്ചു. ആ ജനം ചേർന്ന് മിസ്രയീം രാജാവിനോട് പറഞ്ഞു, എബ്രായരെ വിട്ടയക്കുക, ഈ ജനം നിമിത്തം നാം നശിച്ചു പോകുന്നു. നാം എത്ര നാളായി പീഡിപ്പിക്കപ്പെടുന്നു, എത്ര നാളായി എബ്രായരുടെ ദൈവം നമുക്ക് പ്രതികൂലമായി പലതും ചെയ്യുന്നു. നാം ഈ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടതിന് എബ്രായരെ വിട്ടയക്കുക എന്ന് പറയുകയും പാതിരാത്രിയോടുകൂടെ മോശയ്ക്കും അഹരോനും ഫറവോൻ്റെ കൊട്ടാരത്തിൽ നിന്ന് അറിയിപ്പ് പോകുകയും മോശയും അഹരോനും രാജകൊട്ടാരത്തിൽ വരികയും ചെയ്തു. മോശയോടും അഹരോനോടും രാജാവ് പറഞ്ഞു, ജനത്തെ കൂട്ടി ഇവിടെ നിന്ന് പോകാം.
അങ്ങനെ ജനത്തെ കൂട്ടി അവിടെ നിന്ന് പോയി. പോകുന്ന സമയം യഹോവയായ ദൈവം ഇതും കൂടെ ചെയ്തു. നിങ്ങളുടെ പിതാക്കന്മാർ ഇവിടെ അധ്വാനിക്കുന്ന സമയം അവർക്ക് ശമ്പളം കൊടുക്കരുത് എന്ന് ഞാൻ തന്നെ പറഞ്ഞിരുന്നു. ആകയാൽ ഇപ്പോൾ ഈ ജനത്തിൽ നിന്ന് വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളും വായ്പ വാങ്ങി നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ധരിപ്പിച്ച് നിങ്ങൾ 3 ദിവസത്തെ യാഗത്തിനു വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞ് ഇവിടെ നിന്നും പോകുക. നിങ്ങൾ പോകുമ്പോൾ അതാത് കുടുംബങ്ങൾ അതാത് വ്യക്തികൾക്ക് കൊടുക്കേണ്ടത്, പിതാക്കന്മാരുടെ കാലം മുതൽ അധ്വാനിച്ചതിന് പ്രതിഫലമായി ലഭിക്കേണ്ടത് കറക്റ്റായി കണക്ക് കൂട്ടി വെള്ളിയാഭരണങ്ങളായും പൊന്നാഭരണങ്ങളായും തരുവാൻ ആ ജനത്തിൻ്റെ ഹൃദയത്തിൽ ഞാൻ തോന്നിക്കുമെന്നും അവർ നിനക്ക് തരുമെന്നും ഒക്കെ ദൈവഹൃദയത്തിൽ ഒളിച്ചു വെച്ചിരുന്ന സംഗ്രഹങ്ങൾ അല്ലെങ്കിൽ പ്രമാണങ്ങൾ ഇന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇന്ന് നമുക്കറിയാം ജനം അത് കൊടുത്തു. ഇങ്ങനെ ഏറിയ സമ്പത്തോടുകൂടെ 3-4 തലമുറകൾ മിസ്രയീമിൽ അധ്വാനിച്ചതിൻ്റെ മുഴുവൻ പ്രതിഫലവുമായി എബ്രായർ അവിടെ നിന്നിറങ്ങി. പക്ഷേ എബ്രായരെ പറഞ്ഞു വിട്ടതിനെ തുടർന്ന് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഈ ജനം അങ്ങനെ അങ്ങ് പോയാൽ നാളെ ഒരിക്കൽ മിസ്രയീമരുമായി പ്രശ്നമുണ്ടാകും. അതുണ്ടാകാതിരിക്കുവാൻ മിസ്രയീമിനെ ഒരു ന്യായവിധിയിൽ എനിക്ക് അകപ്പെടുത്തിയേ മതിയാകും. എൻ്റെ ജനത്തോട് എക്സസ് ചെയ്തു പോയതിന് ഞാൻ പറഞ്ഞല്ലോ, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഭാരതത്തിൽ ഡിക്ലെയർ ചെയ്തതായ എമർജൻസിയിൽ ചില ഓഫീസേഴ്സ് എക്സസ് ഒരുപാട് ചെയ്തു. ചില പൊളിറ്റീഷ്യൻസ് എക്സസ് ഒരുപാട് ചെയ്തു. അതിന് തക്കവണ്ണം ശിക്ഷിക്കണമെന്ന ചിന്താഗതിയോടുകൂടെ ആ എക്സസ് കണ്ടുപിടിക്കുവാൻ ഇവിടെ ഒരു കമ്മീഷനെ വെച്ചതുപോലെ എനിക്കത് ഓർമ്മയുണ്ട്. അതുപോലെ ദൈവവും എക്സസിനെ ശിക്ഷിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ മിസ്രയീമിനെ ശിക്ഷിക്കേണ്ടതിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ഒരു മെത്തേഡ് എബ്രായരോട് പറഞ്ഞു, നിങ്ങൾ നേരെയുള്ള വഴിയെ പോകാതെ ചെങ്കടലിന് നേരെയുള്ള വഴിയായി പോകണം. അങ്ങനെ എബ്രായർ ചെങ്കടലിന് നേരെയുള്ള വഴിയായി പോയി. 4 ദിവസത്തെ യാത്ര കഴിഞ്ഞു. അവരുടെ ശരീരങ്ങൾ നന്നായി ക്ഷീണിച്ചു. ആടുമാടുകളെ പാലിക്കുക എന്നതായിരുന്നു അവരുടെ ജോലി. അവരുടെ സമ്പത്തൊക്കെയും അക്കാലത്ത് പ്രധാനമായും ആടുകളും മാടുകളുമായിരുന്നു. കുഞ്ഞുകുട്ടി ആബാലവൃദ്ധം ഓടിപ്പോകുമ്പോൾ പ്രായമായി മരിക്കാറായ വയോവൃദ്ധരുണ്ട്, അവരെ കിടക്കയോടെ എടുത്തു. കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, നടത്താവുന്നതിനെ നടത്തി, എടുക്കേണ്ടതിനെ എടുത്തു. ഇന്ന് ജനിക്കേണ്ട കുഞ്ഞുങ്ങൾക്ക് ജനനം കൊടുക്കേണ്ട മാതാക്കളുണ്ട്, അല്ലെങ്കിൽ സ്ത്രീകളുണ്ട്. കൊടുക്കേണ്ട കരുതലുകളോടെ ഓരോരുത്തരെ കൊണ്ടുപോയി. ദൈവവും നിശ്ചയമായി ആ ദിവസങ്ങളിലെ മരണവും ജനനവും നിയന്ത്രിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിരുവചന രേഖകൾ അതിനില്ല, എങ്കിലും അതെൻ്റെ വിശ്വാസമാണ്. കാര്യം പ്രത്യേക ദൈവിക ആലോചനയിലും നടത്തിപ്പിലും ഇറങ്ങിത്തിരിക്കുന്നവരെ പ്രത്യേകം പരിപാലിക്കുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകതയാണ്. അങ്ങനെ ദൈവം അന്ന് ചെയ്തിരുന്നു, ഇന്നും ചെയ്യാറുണ്ട്. ഈ ജനം ചെങ്കടലിൻ്റെ തീരത്തെത്തി. മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല, അടുത്തൊരു പദ്ധതി ദൈവം തരുന്നതുവരെ ഇവിടെ തൽക്കാലത്തേക്കൊരു പാളയമടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ജനം ടെൻറ്റുകൾ അടിച്ച് പാളയത്തിൽ പാർക്കുന്ന കാലം ജനം തലപൊക്കി പുറകോട്ട് നോക്കിയപ്പോൾ മിസ്രയീം സൈന്യങ്ങൾ വരുന്നത് കണ്ടു. ഇതിനോടകം മിസ്രയീമിൽ ഒരു ധാരണപ്പശ ഉണ്ടായി. ഫറവോന് ഒരു റീതിങ്കിങ് ഉണ്ടായി. ഫറവോനെ അഡ്വൈസ് ചെയ്യുന്നവർ, ഗുണദോഷിക്കുന്നവർ ഒരു റീതിങ്കിങ്ങിലൂടെ പോയി. അവർ പറഞ്ഞ്, നമ്മൾ എന്തൊരു മണ്ടത്തരമാണ് കാണിച്ചത്, ജനത്തെ വിട്ടയച്ചല്ലോ, ഇവരെ വിടരുതായിരുന്നു. ഈ രാജ്യത്ത് അടിമവാസം ചെയ്യേണ്ടതിന് ഇവരെ നിർബന്ധമായി നിർത്തേണ്ടതായിരുന്നു. അങ്ങനെ ഈ ജനത്തെ കൊണ്ട് ഇവിടെ തുടർന്ന് അടിമവേല ചെയ്യിക്കേണ്ടതിന് അവരെ തിരികെ പിടിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞുകൊണ്ട് ഫറവോൻ തൻ്റെ മേത്തരമായ രഥങ്ങൾ കെട്ടി അവരെ പിന്തുടർന്നു. ജനം പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ മിസ്രയീം സൈന്യം പുറകെ വരുന്നത് കണ്ടു. ഇതേ സമയം ദൈവം മോശയോട് സംസാരിക്കുന്നുണ്ട്. മോശയോട് പറഞ്ഞു, മോശെ, മിസ്രയീമർ നിൻ്റെ പുറകെ വരും, പക്ഷെ നീ ഭയപ്പെടരുത്, ജനത്തോട് മുൻപോട്ട് പോകാൻ പറയണം. ഞാൻ മിസ്രയീമിൻ്റെ കയ്യിൽ നിന്ന് നിന്നെ വിടുവിക്കും. നീ ഒരിക്കലും ഒരു ദോഷം കാണുകയില്ല, ഞാനാണ് നിന്നെ വിടുവിച്ചു കൊണ്ടുവരുന്നത്. അങ്ങനെ മോശ ഇസ്രായേൽ ജനത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു, പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു, ധൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. പക്ഷേ മിസ്രയീമർ അടുത്തു വന്നതോടെ എബ്രായരുടെ സമനില തെറ്റി. അവരൊരുമിച്ച് മോശയെ എറിയുവാൻ കല്ലെടുത്തു. പഴയ നിയമത്തിൻ്റെ പ്രമാണത്തിൽ വ്യാജമായ പ്രവചനങ്ങൾ സൃഷ്ടിക്കുന്നവനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നത് പ്രമാണമാണ്. കള്ളപ്രവാചകന്മാരെ കല്ലെറിയണം. ഒരു പക്ഷെങ്കിൽ മോശ പറഞ്ഞതൊക്കെയും കള്ളപ്രവചനമായിരുന്നുവെന്നും ദൈവത്തിങ്കിൽ നിന്ന് കേട്ടുവെന്ന് പറയുന്ന ആലോചനകൾ അസത്യമായിരുന്നുവെന്നും ജനം തെറ്റിദ്ധരിച്ചിട്ടാകാം. കാര്യം സാഹചര്യത്തിൻ്റെ മുമ്പിൽ അതല്ലാതെ മാർഗമില്ല. ജനം മോശയെ കല്ലെറിയുവാൻ തീരുമാനിച്ചു. ജനം കല്ലെറിയുവാൻ വേണ്ടി എഴുന്നേറ്റതോടെ മോശ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണു നിലവിളിപ്പാൻ തുടങ്ങി. ദൈവത്താൽ നിയുക്തരായ, ദൈവത്താൽ വിളിക്കപ്പെട്ട ദൈവഭൃത്യന്മാർക്ക് സ്വന്തം ജനം കല്ലെറിയുമ്പോൾ നിലവിളിക്ക് അല്ലാതെ മാർഗമില്ല. ഇതൊക്കെ ജീവിതത്തിൽ അനുഭവിപ്പാൻ എനിക്കും എന്നെപ്പോലെയുള്ളവർക്കും കർത്താവ് കൃപ തന്നതുകൊണ്ട് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ജനം കല്ലെറിയുവാൻ കല്ലെടുത്തു. ആ സമയം പെട്ടെന്ന് യഹോവ പ്രത്യക്ഷപ്പെട്ടു. ഒരൊറ്റ ഏറും മോശയ്ക്ക് വീണില്ല.
എത്രയോ പ്രാവശ്യം കൊന്നുകളവാൻ, ഒടുക്കിക്കളവാൻ, നശിപ്പിച്ച് കളയാൻ, തീർത്ത് കളയുവാൻ, കല്ലെറിയുവാൻ, നശിപ്പിക്കുവാൻ ഒക്കെ ജനം മുന്നോട്ട് വന്നെങ്കിലും ഒരു കല്ലുപോലും ദേഹത്ത് വീഴാതെ തൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ദൈവജനത്തെ മറച്ച ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുന്നു. അങ്ങനെ ദൈവിക മറവിൽ മറച്ചുകൊണ്ട് ദൈവം മോശയോട് ചോദിക്കുന്ന ചോദ്യമാണ് 14-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 15-ാം വാക്യം. മോശയെ, നീ നിലവിളിക്കുന്നത് എന്ത്? ഇതുവരെ ഞാൻ പറഞ്ഞത് കേട്ട് നടന്നവനെ, ഇതുവരെ ഞാൻ നടത്തിയ വഴിയെ കൂടെ നടന്നവനെ, ഇതുവരെ എൻ്റെ ആലോചനയിൽ മുന്നേറിയവനെ, നീ നിലവിളിക്കുന്നത് എന്ത്? നീ നിലവിളിക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞ സെക്ഷന് ഞാൻ പറഞ്ഞു, ഹാഗറെ, നീ ഇങ്ങനെ നിലവിളിക്കുന്നത് എന്ത്? നീ നിലവിളിക്കേണ്ട കാര്യമില്ല, നീ ദൈവത്തെ അനുസരിച്ചവളാ. ഈ സെക്ഷന് ഞാൻ പറയട്ടെ, മോശെ, അങ്ങിങ്ങനെ നിലവിളിക്കുന്നത് എന്ത്? അങ്ങ് നിലവിളിക്കേണ്ട കാര്യമില്ല, അങ്ങ് ദൈവത്തിൻ്റെ ആലോചന കേട്ടവനാ, അങ്ങ് ദൈവത്താൽ അഭിഷക്തനാണ്. അങ്ങയുടെ കയ്യിൽ അങ്ങ് വഹിച്ചിരിക്കുന്ന ആ കോലുണ്ടല്ലോ, അല്ലെങ്കിൽ അങ്ങ് വഹിച്ചിരിക്കുന്ന ആ സ്റ്റാഫ് ഉണ്ടല്ലോ, ആ അംശവടി ഉണ്ടല്ലോ, അത് ദൈവത്തിൻ്റെ വടിയാകയാൽ അങ്ങയുടെ മേലൊരു അഭിഷേകമുണ്ട്. ഈ വടി മുഖേന ആ അഭിഷേകത്തെ പ്രയോജനപ്പെടുത്തുവാൻ ആ വടി നീ ചെങ്കടലിൻ്റെ മേൽ നീട്ടേണ്ടതുണ്ട്. നീ നിലവിളിക്കുന്നത് എന്ത്? എഴുന്നേൽക്ക, ധൈര്യമായിരിക്കുക, മുൻപോട്ട് പോകുവാൻ എൻ്റെ ജനത്തോട് പറ. പലപ്പോഴും തിരുവചനത്തിൻ്റെ മുമ്പിൽ എന്നെ തന്നെ ചിന്തിക്കുമ്പോൾ ഗ്രഹിക്കുവാൻ പ്രയാസമുള്ളൊരു പ്രസ്താവനയായത്. ചെങ്കടൽ ആർത്തിരമ്പിക്കൊണ്ട് മുൻപിൽ നിൽക്കുമ്പോൾ പറയുകയാണ്, മുന്നോട്ട് പോകാൻ ജനത്തോട് പറ. കർത്താവ്, ഈ കടലൊന്ന് ശാന്തമായ ശേഷം, ഇവിടെ ഒരു 10 അടിയെങ്കിലും ആളുകൾക്ക് മുന്നോട്ട് നടക്കുവാൻ ഒരു ഗ്യാപ്പ് ഉണ്ടായ ശേഷം, ചെങ്കടലിൻ്റെ നടുക്കൊരു 100 പേർക്കെങ്കിലും നിരനിരയായി നിന്ന് പോകത്തക്കവണ്ണം കർത്താവെ, ഒരു 300 അടിയെങ്കിലും വെള്ളം ഒന്ന് വിഭജിച്ച ശേഷം ആ വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അർത്ഥമുണ്ടായിരുന്നു. ഒന്നുമില്ലാത്തതിൻ്റെ മുമ്പിൽ, അസാധ്യതകളുടെ മുമ്പിൽ, അസംഭവ്യമെന്ന് കരുതുന്നതിന് മുമ്പിൽ ദൈവത്തിൻ്റെ കൽപ്പനയാണ്, മുൻപോട്ട് പോകുവാൻ ജനത്തോട് പറ, നീ നിലവിളിക്കേണ്ട കാര്യമില്ല. ഇന്ന് വലിയ പ്രശ്നത്തിൻ്റെ നടുവിൽ നാളെ നമുക്ക് ജീവിതമുണ്ടോ എന്നറിയാതെ, എത്ര പേരെ കൊന്നുകളയുമെന്നറിയാതെ, എത്ര പേരെ ഒടുക്കിക്കളയുമെന്നറിയാതെ പലരും നിലവിളിക്കുന്നതിൻ്റെ നടുവിൽ 100കളിൽ ആളുകൾ ജയിലിൽ കഴിയുകയും 1000ങ്ങളിൽ ജനം പീഡിപ്പിക്കുകയും ചെയ്യപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ഇത് ഞങ്ങൾക്കൊരു ഉദ്ധാരണം ഉണ്ടാകുമോ, അക്കരെ കടക്കുമോ എന്ന് ഇന്ന് രാത്രിയിൽ, ഇന്ന് പകൽ ഭയപ്പെടുന്ന ദൈവവൈതരെ, ദൈവത്തിന് മോശയോട് പറയാനുണ്ടായിരുന്നത് ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. മുൻപോട്ട് പോകുവാൻ ജനത്തോട് പറ. അടുത്തൊന്ന്, മോശെ, ഞാൻ സാധാരണ ഒരാളിനോടല്ല സംസാരിക്കുന്നത്. അങ്ങയുടെ കയ്യിൽ ഞാനൊരു വടി ഏൽപ്പിച്ചിട്ടുണ്ട്. വടിയില്ലാത്തവനോട് എനിക്ക് സംസാരിപ്പാൻ കഴിയുകയില്ല. വടിയില്ലാത്തവന് ജനത്തെ നടത്തുവാൻ കഴിയുകയില്ല. അങ്ങയുടെ കയ്യിൽ ഞാനൊരു വടി തന്നിട്ടുണ്ട്. നിന്റെ കയ്യിലുള്ള വടിയെടുത്ത് ചെങ്കടലിന് നേരെ നീട്ടി അതിനെ 2ആയി വിഭജിക്കുക. മോശെ, അങ്ങ് കൈ നീട്ടിയാൽ ചെങ്കടൽ വിഭജിക്കപ്പെടുമോ? അതെ, നീ വടി നീട്ട് മോശെ, ഞാനതിൻ്റെ മുമ്പിൽ പ്രവർത്തിക്കാം എന്നതാണ് ദൈവത്തിൻ്റെ പ്രസ്താവന. മോശ കൈ നീട്ടി നിൽക്കുമ്പോൾ ഒരു കിഴക്കൻ കാറ്റടിച്ചു. ശക്തിയേറിയ ഒരു കിഴക്കൻ കാറ്റിൻ്റെ മുമ്പിൽ ദൈവം സമുദ്രത്തെ വിഭജിച്ച് കളഞ്ഞു എന്ന് കാണുവാൻ കഴിയും. സമുദ്രം വിഭജിക്കുന്ന വൻകാറ്റ് വരുന്നതുവരെ വടി നീട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു. ഇന്ന് പകൽ വടി നീട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എസെക്കിയേൽ പ്രവചനത്തിൽ, ഉണങ്ങിയ അസ്ഥികളെക്കുറിച്ചുള്ള പ്രവചനത്തിൽ, അസ്ഥികളോട് പ്രവചിക്കുവാൻ പറഞ്ഞു. പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കമുണ്ടായി, ഒരു ഭൂകമ്പമുണ്ടായി. വേറൊരു ഭാഷയിൽ ഭൂകമ്പമുണ്ടാകുന്നത് വരെ പ്രവചിക്കുന്ന പ്രവാചകന്മാർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. സ്ഥിതിഗതികൾ മാറും വരെ ദൈവസന്നിധിയിൽ നിയുക്ത ദൗത്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവർക്കായി, പ്രേക്ഷിത ദൗത്യങ്ങൾക്ക് വേണ്ടി, ആ പദത്തെ ദൈവത്തെ സ്തുതിക്കുന്നു, പ്രേക്ഷിത ദൗത്യങ്ങൾക്ക് വേണ്ടി ധൈര്യപ്പെടുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നീ നിലവിളിക്കുന്നത് എന്ത്? മുൻപോട്ട് പോകുവാൻ ജനത്തോട് പറ. 3-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു, വിടിവിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു, ആകയാൽ വരിക എന്ന് പറഞ്ഞ് ഇറക്കിയവനായ ദൈവം മോശയെ ചെങ്കടലിൻ്റെ മുമ്പിൽ കൈവിടുന്നവനല്ല. ജനത്തിൽ വലിയൊരു വിഭാഗം, അല്ല ആരും തന്നെ വിശ്വസിക്കുവാൻ കഴിയാതെ, ചെറിയൊരു വിഭാഗം തൻ്റെ സ്വന്തം ജനത്തിൻ്റെ ഉള്ളിൽ മോശ എറിയുവാൻ കല്ലുയർത്തി നിൽക്കുമ്പോൾ ദൈവത്തിന് പറവാനുണ്ട്, ഗതിഭേദത്താലുള്ള ആച്ഛാദനം എനിക്കില്ല മോശെ, മുന്നോട്ട് വൻ ജനത്തോട് പറ. ഞാൻ കാറ്റിൻ്റെ ദൈവമാണ്, ഞാൻ കടലിൻ്റെ ദൈവമാണ്, ഞാൻ വിഭജിക്കേണ്ടടുത്ത് വിഭജിക്കുകയും കൂട്ടിച്ചേർക്കേണ്ടടുത്ത് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന നിത്യദൈവമാണ്. മുൻപോട്ട് പോകുവാൻ പറ. ആ പദത്തിനായി സ്തോത്രം. താൻ പ്രവചിച്ചുകൊണ്ട് അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കിഴക്കൻ കാറ്റടിക്കുകയും സമുദ്രം 2ആയി തിരികെയും ചെയ്തു. ദൈവം ചേർന്നോർമ്മിപ്പിച്ചു, മോശെ ഭയപ്പെടേണ്ട. 14-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ, നീ ഉറച്ചു നിൽക്ക, ഇന്ന് കണ്ട മിസ്രയീമിനെ നീ നാളെ കാണത്തില്ല. ഒരു സ്ഥിരമായ ജയം തരുവാൻ,
ഒരു സ്ഥിരമായ വിടുതൽ തരുവാൻ, ദൈവത്തെങ്കിലും ചില സ്ഥിര നിയമങ്ങൾ പുറത്തു വരുവാൻ, ഇന്ന് പകൽ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ. മോശെ, മുന്നോട്ട് പോ, നിനക്ക് കരയേണ്ട കാര്യമില്ല. സാധാരണക്കാരൻ കരയുന്നത് പോലെ നീ കരയരുത്, നിനക്ക് കരയേണ്ട കാര്യമില്ല, നീ മുന്നോട്ട് പോ. ഇതാണ് ദൈവത്തിന് പറയാനുള്ളത്. കർത്താവിന് മഹത്വം. കർത്താവേ, ഇന്നത്തെ ദൂതനായി അടിയൻ അങ്ങയെ സ്തുതിക്കുന്നു. എൻ്റെ കേൾവിക്കാരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഹൃദയം ചുട്ടുപൊള്ളുന്നവരും നീറുന്നവരും തങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും എന്തു ഭവിക്കുമെന്ന് ഓർത്തുകൊണ്ട് നിലവിളിക്കുന്നവരുമായ ഭാരതത്തിലെ ആത്മീയ സന്തതികളെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. സഭ ഒരുമിച്ച് ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വാതന്ത്ര്യം നുണഞ്ഞിറങ്ങുന്ന ഞങ്ങൾ, പീഡ അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് നിലവിളിക്കുന്ന കർത്താവേ, കരയുന്ന കർത്താവേ, പക്ഷെ വിടിവിപ്പാൻ അങ്ങ് ഇറങ്ങി വരണമേ. മോശയോടുകൂടെ ഇറങ്ങി വന്നവനായ ദൈവം അടിയങ്ങളോടുകൂടെ ഇറങ്ങി വരണമേ. കഴിഞ്ഞ തലമുറകൾക്ക് വേണ്ടി ഇറങ്ങി വന്ന ദൈവം ഈ തലമുറയ്ക്ക് വേണ്ടി ഇറങ്ങി വരണമേ. ദിവ്യമായ ദൈവഹിതം അടിയങ്ങളെ അറിയിക്കണമേ. മഹത്വം കർത്താവ് എടുത്താലും അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.